ഹലോ വീട്ടമ്മാസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ്. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി ഞാനൊരു കോഴിയട ഉണ്ടാക്കാൻ പോണാണ്. ഇറച്ചിയട കോഴിയട എന്നൊക്കെ പറയില്ല, അത് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്നാന്ന് നോക്കാം. ഇപ്പൊ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 കിലോ ബീഫിനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് 1 കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ട് അത് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഒരു 2 വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരുപാട് സവാള വേണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ വാടട്ടെ വെള്ളത്തിൽ. സവാള ഒന്ന് നല്ലപോലെ വാടി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ വാടണത്. ഇതിലേക്ക് നമുക്ക് വേണ്ട ഒരു 2 വലിയ വെളുത്തുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കും. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന ഒരു ഇത് പറയും. ഇതിലേക്കൊരു 10 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വെക്കാം. സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇറച്ചി പൊടിച്ചു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം. ഇത് അടി പിടിക്കരുത് കേട്ടോ. ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇറച്ചിയൊക്കെ നല്ലപോലെ മൊരിയാനും വേണ്ടിയിട്ട് വെച്ചു. നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 വലിയ ടീസ്പൂൺ മുളക് പൊടി. പെരുംജീരകം ഇങ്ങനെ തരിതരിപ്പായി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഗരം മസാല, വീട്ടിൽ പൊടിച്ച മസാല. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി ഇറച്ചിയിൽ ഇതെല്ലാം ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. ഇത് കുറച്ച് സമയം പിടിക്കുന്നത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട്. നേരിയ തീയിൽ അങ്ങനെ ഇട്ടിട്ട് മൊരിയിച്ചെടുക്കണത്, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞേർത്ത് കൊടുക്കാം. പിടി വേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതേപോലെ 1 പിടി മല്ലിച്ചീര ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യും. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇതേപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടക്കിടക്ക്. എന്നാലേ എല്ലാ സൈഡും നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പകുതി നല്ല മൊരിഞ്ഞിരിക്കും, പകുതി പച്ച പോലെയിരിക്കും. സവാളയും ഇറച്ചിയെല്ലാം നല്ലപോലെ മൊരിഞ്ഞിരിക്കും. നല്ലപോലെ മൂത്തിട്ടുണ്ട്. കുറച്ചു നേരം കൂടെ ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോ ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇറച്ചി മസാലയൊക്കെ നല്ലപോലെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പൊ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ ചട്ടിയുടെ ചൂടിൽ തന്നെ കിടന്നിട്ട് അടി ഇതാകും, അരിയും. ഇങ്ങനെ നല്ലപോലെ മൊരിഞ്ഞ് ഇരിക്കണം. ഇനി ഇതിങ്ങനെ തണുക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള പൊടി കുഴച്ചെടുക്കാം. ഇതിനാവശ്യമായ പൊടിക്ക് നമുക്ക് അങ്ങനെ അളവൊന്നുമില്ല. എനിക്ക് കുറച്ചധികം വേണം, അപ്പോൾ ഇത്തിരി കുറച്ചധികം പൊടി ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഡാൽഡയ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഈ നെയ്യ് എല്ലാത്തിലും ഒന്ന്, ഈ പൊടിയിലെല്ലാത്തിലും നല്ലപോലെ പിടിക്കുന്ന പോലെ ഒന്ന് കുഴച്ചു കൊടുക്കും. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആദ്യം നെയ്യുമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കണം. മൈദ നെയ്യും. ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നെയ്യ് ചേർത്ത് ഇങ്ങനെ കുഴക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇങ്ങനെ പൊരിച്ച് ചില ഇതിൽ പൊരിച്ച് കോരി കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങനത്തെ തണുത്ത് പോകും. അപ്പം അതേപോലെ ഇല്ലാണ്ടിരിക്കാനാണ് ഇങ്ങനെ നല്ല നെയ്യ് ഡാൽഡയ ചേർത്തിട്ട്. ഓയിൽ ഒഴിക്കരുത്, വെളിച്ചെണ്ണ ഒഴിക്കരുത്. നെയ്യ് ഡാൽഡയ ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ പൊടി ഇങ്ങനെ തിരുമ്മി ഇതാക്കണം. നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴക്കാനായിട്ട്. പൊടി ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഉണ്ട പിടിച്ചങ്ങനെ ഇരിക്കണം, അതേപോലെ ഉണ്ടാവണം. ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം, എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കുഴക്കരുത്. നമുക്കധികം വെള്ളം വേണ്ട, എന്നാൽ ഒട്ടും സോഫ്റ്റ് ആകാണ്ടിരിക്കാനും പാടില്ല. നല്ല ഇതിൽ സോഫ്റ്റ് ആക്കി എടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇങ്ങനെ ഓരോ ഇതായിട്ട് പരത്തി നമുക്കൊരു റൗണ്ട് പാത്രം വെച്ചിട്ട് വെട്ടിയെടുക്കും. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. നമുക്ക് അധികം കട്ടിയും പാടില്ല, അധികം നേരിയതുമാകാനും പാടില്ല. അധികം നേരിയതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടി അത് ഫില്ലിങ് നിറച്ച് വരുമ്പോഴത്തേനും പൊട്ടിപ്പോരും. അത് ഇത്രയും മതി. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്.
ഇതേപോലെ ഇങ്ങനെ ഒരെണ്ണം എടുക്കണം. എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് മസാല വേണ്ടത്. ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇത്രയും മതി. സൈഡൊക്കെ നല്ലപോലെ അമർത്തി പ്രസ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ പിരിച്ച് 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 അതേപോലെ എടുക്കും. 2-3 ചെയ്ത് വരുമ്പോഴത്തേനും നമ്മളത് നല്ല ഇത് പ്രാക്ടീസ് ആയിട്ട് വരും ഇതിങ്ങനെ ചെയ്യാനായിട്ട്. നല്ലപോലെ അമർത്തി പ്രസ് ചെയ്യണേ, അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതെല്ലാം പൊട്ടി എണ്ണ എല്ലാം ചീത്തായിപ്പോവും. ഇതെല്ലാം ഇനി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ പൊരിക്കാതെ കാണിച്ചു തരാം. അപ്പോൾ പൊരിക്കുമ്പോൾ ഇതെല്ലാം ശരിയാക്കി വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടില് ഇങ്ങനെ കിടന്ന് മൊരിയണം. ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇത് നല്ലപോലെ മൊരിയിച്ചെടുക്കുക. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് 2 സൈഡ് അപ്പുറം അപ്പുറം തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കുക. ഇതിപ്പോ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇപ്പൊ ഇതെല്ലാം പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇപ്പൊ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല 1-2 ആഴ്ച കേടുകൂടാതെ ഇരിക്കുന്ന ഒരു സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.